ഹലോ, ലീഡ് കോഡിലെ മൂവ് സീറോസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 283 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണത്. ഇതൊരു ഈസി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് അറേ, 2 പോയിന്റേഴ്സ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവൺ ആൻ ഇൻറ്റിജർ അറേ നംസ്, മൂവ് ഓൾ സീറോസ് ടു ദ എൻഡ് ഓഫ് ഇറ്റ് വൈൽ മെയിൻറ്റെയിനിങ് ദ റിലേറ്റീവ് ഓർഡർ ഓഫ് ദി നോൺ സീറോ എലമെൻറ്റ്സ്. ഈ പ്രോബ്ലം ഞാൻ 3 പാർട്ടായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യണേ. ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് 2-3 എക്സാമ്പിൾസ് വെച്ചിട്ട് ഒന്നും കൂടി തറായിട്ട് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് ഞാൻ സൊല്യൂഷൻ 1 അപ്രോച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യണേ. അതിൻ്റെ ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി. പാർട്ട് 3 ആയിട്ട് ഞാൻ കുറച്ചും കൂടെ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കുന്ന സൊല്യൂഷൻ 2 അപ്രോച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യണേ. പിന്നെ അതിൻ്റെ ടൈമും സ്പേസ് കോംപ്ലക്സിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യനിലെ ഒരു പോയിന്റും കൂടി പറഞ്ഞിട്ടുണ്ട്. യു മസ്റ്റ് ഡു ദിസ് ഇൻ പ്ലേസ് വിതൗട്ട് മേക്കിംഗ് എ കോപ്പി ഓഫ് ദി അറേ. അതായത് എക്സ്ട്രാ മെമ്മറി ഒന്നും വേറെ എടുക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ 1 ആയിട്ട് തന്നിരിക്കുന്ന ഇൻപുട്ട് അറേ എന്ന് പറയുന്നത് 0, 1, 0, 3, 12. ഇനി നമുക്ക് വേണ്ട ഔട്ട്പുട്ട് അവർ പറഞ്ഞേക്കുന്നത് 3 പോയിന്റ്. അപ്പോൾ സീറോസ് റൈറ്റ് എൻഡിലേക്ക് വരണം, നോൺ സീറോസ് ലെഫ്റ്റ് എൻഡിലേക്ക് വരണം. പിന്നെ അതിൻ്റെ റിലേറ്റീവ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് അതേ ഓർഡറിൽ തന്നെ ആയിരിക്കണം, വേറെ ജംബിൾ ചെയ്യരുത് നോൺ സീറോ ആയിരിക്കണം എലിമെൻറ്റ്സ്. അതുപോലെ ഇൻ പ്ലേസ് മെമ്മറി ആയിരിക്കണം, അതായത് വേറെ എക്സ്ട്രാ മെമ്മറി ഉപയോഗിക്കരുത്. ഈ 3 കണ്ടീഷനാണ് പ്രോബ്ലത്തിൽ അവർ തന്നേക്കണത്. അപ്പോൾ ഈ എക്സാമ്പിൾ 1 നംസ് 0, 1, 0, 3, 12 എന്ന് പറഞ്ഞ അറേയിൽ നമുക്ക് ഔട്ട്പുട്ട് അറേയായിട്ട് കിട്ടേണ്ടത് എല്ലാ സീറോസും റൈറ്റ് എൻഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ഇതിനെയും റൈറ്റ് എൻഡിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അതുപോലെ നോൺ സീറോസ് എല്ലാം ലെഫ്റ്റ് എൻഡിലേക്ക് കൊണ്ടുവരും വേണം. അപ്പോൾ ഔട്ട്പുട്ട് അറേയായിട്ട് നമുക്ക് വേണ്ടത് 1, പിന്നെ വരുന്ന നോൺ സീറോ എലിമെൻറ്റ് 3 ആണ്. അപ്പോൾ 3, പിന്നെ വരുന്ന നോൺ സീറോ എലിമെൻറ്റ് 12, പിന്നെ സീറോസ് ബാക്കി പൊസിഷൻസിൽ റൈറ്റ് എൻഡിൽ. ഇതായിരിക്കണം നമുക്ക് വേണ്ട ഔട്ട്പുട്ട് അറേ. ഇപ്പോൾ പ്രോബ്ലം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ 1 അപ്രോച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. സൊല്യൂഷൻ 1 എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ തന്നിരിക്കുന്ന ഇൻപുട്ട് അറേ നംസ് 0, 1, 0, 3, 12 എന്ന് പറഞ്ഞ എക്സാമ്പിൾ തന്നെ വീണ്ടും എടുത്തു. എന്നിട്ട് ഞാൻ 2 എം ടി അറേസ് ക്രിയേറ്റ് ചെയ്യാണ്. ആദ്യത്തെ എം ടി അറേ നോൺ സീറോ എലിമെൻറ്റ്സ് സേവ് ചെയ്യാനും രണ്ടാമത്തെ എം ടി അറേ സീറോസ് സേവ് ചെയ്യാനും. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് അറേയിൽ ആദ്യത്തേത് 0 എന്ന് പറയുന്ന ഒരു എലിമെൻ്റ് ആണ്. അപ്പോൾ അത് ഞാൻ 0 സ്റ്റോർ ചെയ്യണ അറേയിൽ സേവ് ചെയ്തു. ഇനി പിന്നെ വരുന്നത് 1 എന്ന് പറഞ്ഞ എലിമെൻ്റ് ആണ്. അതൊരു നോൺ സീറോ ആയതുകൊണ്ട് അത് ഈ അറേയിൽ നോൺ സീറോ എലിമെൻറ്റ് സ്റ്റോർ ചെയ്യണ അറേയിൽ സേവ് ചെയ്തു. പിന്നെ നമുക്ക് 0 ആണ് വീണ്ടും വരുന്നത്. അപ്പോൾ അത് നമ്മുടെ സീറോസ് സ്റ്റോർ ചെയ്യണ അറേയിൽ തന്നെ വെക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഒരു നോൺ സീറോ ആയതുകൊണ്ട് അത് നമ്മുടെ ഫസ്റ്റത്തെ നോൺ സീറോ എലിമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള അറേയിൽ വെക്കാം. അതിനുശേഷം 12ഉം ഈ അറേയിൽ തന്നെ നമുക്ക് വെക്കാം. പിന്നെ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട് സീറോസ് എല്ലാം റൈറ്റ് എൻഡിലേക്ക് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഈ അറേ പ്ലസ് ഈ അറേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഔട്ട്പുട്ടായ 1, 3, 12, 0, 0 എന്ന് പറയുന്ന ഒരു അറേ കിട്ടും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇവിടെ ഒരു എക്സ്ട്രാ മെമ്മറി ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെ ഒരു എക്സ്ട്രാ മെമ്മറി ഉണ്ടാക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ എം ടി അറേ ഉണ്ടാക്കി വെച്ച് നമ്മൾ അതിൽ നോൺ സീറോ എലിമെൻറ്റ്സ് സ്റ്റോർ ചെയ്യണം. അതുപോലെ തന്നെ വേറൊരു അറേ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ സീറോസ് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇതിന് രണ്ടിനും എക്സ്ട്രാ മെമ്മറി വേണം. അപ്പോൾ അതൊരു ഇൻ പ്ലേസ് മെത്തേഡ് അല്ല. ഇൻ പ്ലേസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് അറേയിൽ തന്നെ വേണം നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാനെന്നാണ്. അപ്പം ഇതൊരു മെമ്മറി എഫിഷ്യൻറ്റ് സൊല്യൂഷൻ അല്ല. അതുകൊണ്ടാണ് നമ്മൾ മോർ ഒപ്റ്റിമൈസ്ഡ് സൊല്യൂഷനായ സൊല്യൂഷൻ 2ലേക്ക് പോകുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിലെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O(n) ആണ്. കാരണം നമുക്ക് അറേയിലുള്ള എല്ലാ എലിമെൻറ്റ്സേ കൂടി പാസ് ചെയ്യാനുള്ളൂ. ഇത് നോൺ സീറോ എലിമെൻ്റ് ആണോ സീറോസ് ആണോ എന്ന് അറിയാനായിട്ട്. അതുപോലെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നതും O(n) തന്നെയാണ്. കാരണം നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ മെമ്മറി വന്നു, ഇവിടെയും ഒരു എക്സ്ട്രാ മെമ്മറി വന്നു. അപ്പോൾ ഇത് O(n) ആണ് ഇതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി. ഇനി സൊല്യൂഷൻ 2 എങ്ങനെ സോൾവ് ചെയ്യാം നമുക്ക് നോക്കാം. അതാണ് കുറച്ചും കൂടി ഒപ്റ്റിമൈസ്ഡ് ആയ സൊല്യൂഷൻ. അവിടെ സ്പേസ് കോംപ്ലക്സിറ്റി O(1) ആയിട്ട് മാറും, കോൺസ്റ്റൻറ്റ് സ്പേസ് കോംപ്ലക്സിറ്റി ആയിട്ട് മാറും. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സൊല്യൂഷൻ 2നെ നമ്മൾ പാർട്ടീഷൻ അൽഗോരിതം എന്നാണ് വിളിക്കണത്. നമ്മൾ 2 പോയിന്റേഴ്സ് വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യണത്. നമ്മൾ ക്വിക്ക് സോർട്ട് എന്നൊക്കെ പറഞ്ഞ അൽഗോരിതമൊക്കെ ഇതിൻ്റെ ബേസിസിലുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി O(1) ആക്കണം. ടൈം കോംപ്ലക്സിറ്റി O(n) തന്നെയാണ് ഇവിടെയും. പക്ഷേ നമ്മൾ മെമ്മറി യൂസേജ് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ സൊല്യൂഷൻ ഫോളോ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഞാൻ ഒരു ലെഫ്റ്റ് പോയിന്ററും റൈറ്റ് പോയിന്ററും ഇനീഷ്യേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ എലിമെൻറ്റ് 0 ആണെങ്കിൽ നമ്മളത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യും. എന്നിട്ട് നമ്മൾ അടുത്ത എലിമെൻറ്റ് നോക്കും. നമ്മുടെ അടുത്ത എലിമെൻറ്റ് നോൺ സീറോ ആണെങ്കിൽ നമ്മൾ സ്വാപ്പ് ചെയ്യും. നോൺ സീറോ എലിമെൻറ്റ്സ് എല്ലാം നമ്മൾ ലെഫ്റ്റ് എൻഡിലേക്കും സീറോ ആയിട്ടുള്ള എലിമെൻറ്റ്സ് നമ്മൾ റൈറ്റ് എൻഡിലേക്കും കൊണ്ടുവരും. പിന്നെ വീണ്ടും നമ്മൾ ലെഫ്റ്റ് പോയിന്ററും റൈറ്റ് പോയിന്ററും അതുപോലെ നോക്കി ഓരോ എലിമെൻറ്റ്സ് നമ്മൾ നോൺ സീറോ എലിമെൻ്റ് ആണോ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്ത് സോർട്ട് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് അറേ എക്സാമ്പിളിൽ വന്ന് തന്നേക്കണത് 0, 1, 0, 3, 12.
അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ലെഫ്റ്റ് പോയിന്ററും റൈറ്റ് പോയിന്ററും ആദ്യത്തെ എലമെൻറ്റിലായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചേക്കണം നമ്മൾ. അപ്പോൾ നമുക്ക് ഇതിനെ സ്റ്റെപ്പ് 1 എന്ന് വിളിക്കാം. അപ്പോൾ ലെഫ്റ്റ് പോയിന്റർ ഉള്ള അറേയിലുള്ള നമ്പർ വാല്യൂ എത്രയാണ്? 0. റൈറ്റ് പോയിന്റർ ഉള്ള അറേയിലെ എലിമെൻറ്റിൻ്റെ വാല്യൂ എത്രയാണ്? അതും 0. അപ്പോൾ നമ്മുടെ 0 ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് അടുത്ത എലിമെൻറ്റിലേക്ക് നോക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ 0 1 0 3 12 ഇത് തന്നെയാണ് നമ്മുടെ അറേ ആഫ്റ്റർ സ്റ്റെപ്പ് 1. ഇനി നമ്മൾ റൈറ്റ് പോയിന്റർ മൂവ് ചെയ്യും. അപ്പോൾ റൈറ്റ് പോയിന്റർ ഇപ്പോൾ വരുന്നത് 1ലാണ്. ലെഫ്റ്റ് പോയിന്റർ നമ്മൾ അവിടെ തന്നെ വയ്ക്കും. എന്തെങ്കിലും സ്വാപ്പിംഗ് നടക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ലെഫ്റ്റ് പോയിന്റർ നീക്കും. അപ്പോൾ നമ്മൾ നോക്കി റൈറ്റ് പോയിന്ററിൽ, അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റെപ്പ് 2 എന്ന് നമുക്ക് വിളിക്കാം. ലെഫ്റ്റ് പോയിന്ററിലുള്ള വാല്യൂ 0, റൈറ്റ് പോയിന്ററിലുള്ള വാല്യൂ 1. അപ്പോൾ ഇതൊരു നോൺ സീറോ എലിമെൻ്റ് ആയതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് പോയിന്ററിലുള്ള വാല്യൂ വെച്ച് സ്വാപ്പ് ചെയ്യും. അപ്പോൾ 0ക്ക് പകരം ഇവിടെ 1 വരും, 1ന് പകരം ഇവിടെ 0യും വരും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യും. ബാക്കിയുള്ള എലിമെൻറ്റ്സ് അതുപോലെ തന്നെ ആയിരിക്കും, നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഇനി വീണ്ടും റൈറ്റ് പോയിന്റർ നീങ്ങും. ഇപ്പോൾ ലെഫ്റ്റ് പോയിന്ററിൻ്റെ ഇവിടെ 0 മാറ്റി 1 വന്നുകൊണ്ട് ലെഫ്റ്റ് പോയിന്ററും നമ്മളിപ്പോൾ നീക്കും. അപ്പോൾ ലെഫ്റ്റ് പോയിന്ററിൽ ഇപ്പോൾ ഉള്ള വാല്യൂ 0, റൈറ്റ് പോയിന്ററിൽ ഇപ്പോൾ ഉള്ള വാല്യൂ 0. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്ത് അടുത്ത എലിമെൻറ്റ് നോക്കും. അപ്പോൾ റൈറ്റ് പോയിന്ററാണ് നമ്മൾ സ്ലൈഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ റൈറ്റ് പോയിന്ററിലുള്ള വാല്യൂ ഒരു നോൺ സീറോ എലിമെൻ്റാണ് 3, ലെഫ്റ്റ് പോയിന്ററിലുള്ളത് 0യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുമോ? റൈറ്റ് പോയിന്ററിലുള്ള വാല്യൂ സ്വാപ്പ് ചെയ്യും 0 വെച്ചിട്ട്. ഈ 2 വാല്യൂ അങ്ങോട്ട് കൊണ്ട് സ്വാപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വരുന്ന പുതിയ അറേ എന്ന് പറയുന്നത്, നമ്മൾ ലെഫ്റ്റ് പോയിന്ററിലോടുത്ത വാല്യൂ ഈ 0 ആയതുകൊണ്ട് നമ്മൾ 3 ഇവിടേക്ക് സ്വാപ്പ് ചെയ്തുകൊണ്ടിരും. പിന്നെ 0നെ ഇതിൻ്റെ പൊസിഷനിലേക്ക് നമ്മൾ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ഇൻ പ്ലേസ് സൊല്യൂഷൻ ആണ്, കാരണം നമ്മൾ വേറെ എക്സ്ട്രാ മെമ്മറി കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ തന്നെ ആദ്യം നോൺ സീറോ എലിമെൻറ്റ്സ് വന്നു, പിന്നെ 0 വന്നു, നമ്മൾ ചെക്ക് ചെയ്ത് വരെ. ഇനി നമുക്ക് ലാസ്റ്റ് ഇതും കൂടി ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും റൈറ്റ് പോയിന്റർ സ്ലൈഡ് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റൈറ്റ് പോയിന്ററിലുള്ള വാല്യൂ 12 ആണ്, ലെഫ്റ്റ് പോയിന്ററിൽ നമ്മൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 0ലാണ്. 0 എന്ന് പറഞ്ഞ വാല്യൂ ആണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് റൈറ്റ് പോയിന്ററിലുള്ള വാല്യൂ ലെഫ്റ്റ് പോയിന്ററിലുള്ള വാല്യൂ വെച്ച് സ്വാപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുതിയ അറേ എന്ന് പറയുന്നത് 1 3 ഇവിടെയാണ് നമ്മുടെ ലെഫ്റ്റ് പോയിന്ററുള്ളത്. അപ്പോൾ ഈ 12 ഇങ്ങോട്ടേക്ക് സ്വാപ്പ് ചെയ്ത് വരും, ഈ 0 ഇങ്ങോട്ടേക്കും സ്വാപ്പ് ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് അറേ എന്ന് പറയുന്നത് 1 3 12 0 0. അപ്പോൾ ഇത് നമ്മുടെ ഇൻപുട്ട് അറേയിലെ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നോൺ സീറോ എലിമെൻറ്റ്സ്. അതുപോലെ സീറോസ് റൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി O(1) ആണ്, കാരണം നമ്മൾ എക്സ്ട്രാ മെമ്മറി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ടൈം കോംപ്ലക്സിറ്റി O(n) ആണ്. അപ്പോൾ ഞാൻ സൊല്യൂഷൻ 2 മോർ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയതുകൊണ്ട് 2 പോയിന്റ് ടെക്നിക്ക് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാനാണ് നമ്മൾ നോക്കണേ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ക്വിക്ക് സോൾവ് പാർട്ടീഷൻ അൽഗോരിതം, ഇതിലേക്ക് നമ്മൾ ഈ മെത്തഡോളജി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ലെഫ്റ്റ് പോയിന്റേഴ്സും റൈറ്റ് പോയിന്റേഴ്സും ഇനീഷ്യേറ്റ് ചെയ്യണം. ലെഫ്റ്റ് പോയിന്റർ 0th പൊസിഷനിലേക്കും റൈറ്റ് പോയിന്റർ നമ്മൾ ഈ അറേ കോഡ് മൊത്തം ഇറ്ററേറ്റ് ചെയ്യും നോൺ സീറോ എലിമെൻറ്റ്സ് കാണുന്നവരെ. അപ്പോൾ ഞാൻ ഇവിടെ ലെഫ്റ്റ് പോയിന്ററിനെ, അപ്പോൾ നമുക്ക് ലെഫ്റ്റ് പോയിന്റർ ഇൻഡെക്സ് 0ലാണ് നമ്മൾ ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യണം. അതിനുശേഷം നോൺ സീറോ എലിമെൻറ്റ്സ് വരുമ്പോൾ അത് സ്വാപ്പ് ചെയ്യാണ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് പോയിന്റർ 0 എന്ന് എഴുതാം. ഇനി റൈറ്റ് പോയിന്റർ നമ്മൾ പറഞ്ഞു നമ്മൾ അറേ കോഡ് ഇറ്ററേറ്റ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ഫോർ ലൂപ്പ് എഴുതാം. നമ്മൾ റൈറ്റ് പോയിന്റർ നമ്മുടെ അറേൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങി ലാസ്റ്റ് ഇൻഡെക്സ് വരെ, അപ്പോൾ അത് എടുക്കാൻ നമ്മൾ റേഞ്ച് ഓഫ് ലെങ്ത് ഓഫ് നംസ് നമ്മുടെ അറേ കൊടുത്താൽ മതി. ഇനി നമ്മുടെ റൈറ്റ് പോയിന്ററിലുള്ള അറേയിലെ വാല്യൂ നോൺ സീറോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമോ? ലെഫ്റ്റ് പോയിന്ററിലുള്ള 0 വെച്ച് സ്വാപ്പ് ചെയ്യും. അപ്പോൾ റൈറ്റ് പോയിന്ററിൽ ഉള്ള വാല്യൂ നോൺ സീറോ ആയിട്ടുള്ള വാല്യൂ ലെഫ്റ്റ് പോയിന്ററിൻ്റെ പൊസിഷനിലേക്ക് വരും. അതുപോലെ ലെഫ്റ്റ് പോയിന്ററിലുള്ള 0 റൈറ്റ് പോയിന്ററിലേക്ക് സ്വാപ്പ് ചെയ്യും. അപ്പോൾ അതിൽ പൈത്തണിൽ എങ്ങനെ എഴുതാമെന്നാണ് ഞാൻ ഇങ്ങനെ എഴുതാൻ പോണേ.
അപ്പോൾ നമുക്ക് നോൺ സീറോ എലിമെൻറ്റ് റൈറ്റ് പോയിൻ്റർ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് പോയിൻ്ററിലുള്ള അറേയിലെ വാല്യൂ റൈറ്റ് പോയിൻ്ററിലേക്ക് സ്വാപ്പ് ചെയ്യും. റൈറ്റ് പോയിൻ്ററിലെ നോൺ സീറോ ആയിട്ടുള്ള വാല്യൂ ലെഫ്റ്റ് പോയിൻ്ററിലേക്കും സ്വാപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ എഴുതി നമുക്ക് റൈറ്റ് പോയിൻ്ററിലുള്ള ഈ നോൺ സീറോ ആയിരിക്കുന്ന എലിമെൻറ്റ് ലെഫ്റ്റ് പോയിൻ്ററിലുള്ള പൊസിഷനിലേക്ക് മാറ്റാം. അതുപോലെ ലെഫ്റ്റ് പോയിൻ്ററിലുള്ള സീറോ നമുക്ക് റൈറ്റ് പോയിൻ്ററിലുള്ള പൊസിഷനിലേക്ക് സ്വാപ്പ് ചെയ്ത് മാറ്റാം. അതിനുവേണ്ടി 1 ലൈൻ ഓഫ് കോഡിലാണ് നമുക്കത് ഇങ്ങനെ എഴുതാം. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് പോയിൻ്ററും റൈറ്റ് പോയിൻ്ററും നീക്കണം. അപ്പം ലെഫ്റ്റ് പോയിൻ്റർ നമ്മൾ ഒരു പൊസിഷൻ റൈറ്റിലേക്ക് നീക്കണം. റൈറ്റ് പോയിൻ്റർ ഓൾറെഡി നമ്മൾ ഒരു ഫോർ ലൂപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അറേൻ്റെ ലെങ്ത്തിൽ കൂടെ ഇറ്ററേറ്റ് ചെയ്യാൻ. അപ്പം അങ്ങനെ റൈറ്റ് പോയിൻ്റർ നീങ്ങിക്കോളും. ഇനി ഇവിടെ നമുക്കൊന്ന് റിട്ടേൺ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇൻ പ്ലേസ് ആയിട്ട് ഇത് മോഡിഫൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞേക്കണം ഇൻപുട്ട് അറേ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കോഡ്. ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 2 കേസും ആക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി വേറെ എക്സ്ട്രാ മെമ്മറി ഒന്നും എടുക്കാത്തതുകൊണ്ട് O(1) ആണ്. ടൈം കോംപ്ലക്സിറ്റി O(n) തന്നെയാണ്. ഈ പ്രോബ്ലം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 2 പോയിന്റ് ടെക്നിക്കിനെ കുറിച്ചും ഇപ്പോൾ ഒരു ഗ്രാഹ്യം വന്നിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും സംശയമുള്ളവർ കമന്റ് ബോക്സിൽ എഴുതി രേഖപ്പെടുത്തിയാൽ മതി. ഇനി നിങ്ങളിത് വേറെ രീതിയിൽ ഇത്തിരി കൂടി നല്ല മെത്തേഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ അതും കമന്റ് ബോക്സിൽ എഴുതുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കത് അവിടെ ഡിസ്കസ് ചെയ്യാം. ഇനി ഇതുപോലത്തെ ലീഡ് കോഡ് പ്രോബ്ലംസ് ഫ്യൂച്ചറിൽ കുറേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ലീഡ് കോഡ് പ്രോബ്ലംസ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.